വിവാദ പദ്ധതിയിലേക്ക് ക്ഷണിച്ചത് സൈഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടറായ കെ.എൻ. ആനന്ദകുമാർ എന്ന BJP നേതാവ് A.N. രാധാകൃഷ്ണൻ. അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ താൻ നേതൃത്വം നൽകുന്ന സയൻസ് സംഘടനയ്ക്ക് പങ്കില്ല എന്നും ഞങ്ങൾ ഇരകളാണ് എന്നുമാണ് A.N. രാധാകൃഷ്ണന്റെ പ്രതികരണം. പദ്ധതിയുടെ ഭാഗമായത് ജനസേവനത്തിന് വേണ്ടിയെന്നാണ് A.N. രാധാകൃഷ്ണന്റെ വിശദീകരണം. സായിഗ്രാം ചെയർമാൻ K.N. അനന്തകുമാറാണ് ക്ഷണിച്ചത്. പാതിവില പദ്ധതിക്കായി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഫെഡറേഷൻ രൂപീകരിച്ചിരുന്നു. ഈ ഫെഡറേഷനിൽ താനോ തന്റെ സംഘടനയോ ഭാഗമല്ല. ഫെഡറേഷനിൽ നിന്ന് അനന്തകുമാർ പിന്മാറിയതറിഞ്ഞെങ്കിലും സയൻസ് സംഘടന സ്കൂട്ടറുകൾക്കായി പണം നൽകിയതിനാൽ ഒഴിവാകാൻ കഴിഞ്ഞില്ലെന്നും A.N. രാധാകൃഷ്ണൻ. അനന്തകുമാർജി എന്നോട് സൂചിപ്പിച്ചു, ഈ തയ്യൽ മെഷീന്റെയും സ്കൂട്ടറിന്റെയും ഒക്കെ പരിപാടികൾ വരുന്നുണ്ട്, നല്ലതാണ്, സഹകരിക്കാം. ഞങ്ങൾ ഈ കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫെഡറേഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഏജൻസികളുമായോ ₹1 പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. ഞങ്ങൾ വെറും ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്, കോൺഫെഡറേഷനിൽ അംഗമല്ല. ചിലർ മാത്രമാണ് പണം തിരികെ ആവശ്യപ്പെട്ടത്. ഇവർക്കെല്ലാം പണം നൽകുമെന്നും A.N. രാധാകൃഷ്ണൻ. തട്ടിപ്പ് മനസ്സിലായതോടെ സൈൻസ് സംഘടനയുടെ തന്നെ പണം ഉപയോഗിച്ചാണ് സ്കൂട്ടറുകൾ വിതരണം ചെയ്യുന്നത്. കൈകൊഴുകി ഓടി രക്ഷപ്പെടില്ലെന്നും വിശദീകരണം. സൈൻ SIGN എന്ന് പറയുന്ന സൈൻ എന്ന സ്ഥാപനവുമായി ബുക്ക് ചെയ്ത ആളുകളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ പണം നേരത്തെ വിതരണം കൊടുത്ത് ഇരയാക്കപ്പെട്ട ആളുകളാണ്. ഇപ്പൊ പല ആളുകളും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അതേപോലെ ഞങ്ങൾ അവിടേക്ക് കടക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിൽ നിന്ന് കൈ കഴുകി ഓടാൻ തയ്യാറല്ല. അതേസമയം കോടികളുടെ തട്ടിപ്പിനിരയായിട്ടും അനന്തകൃഷ്ണനെതിരെ A.N. രാധാകൃഷ്ണൻ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. 24 കൊച്ചി.